ഇപ്പോൾ ബി കെ സുഹൈൽ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സുഹൈൽ, ആകെ സ്ഥിതിഗതികൾ മാറി മറിയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിലെ ആക്രമണത്തിന് തിരിച്ചടി അത് ഇസ്രായേലിലെ വടക്കൻ ഏതെങ്കിലും നഗരങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചോ, അവിടെയുള്ള ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചോ അല്ല, അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുക, അമേരിക്കയ്ക്ക് ലക്ഷ്യമിടുക, അമേരിക്കയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഇറാന്റെ ലക്ഷ്യം അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ കൂടി ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഇറാന്റെ തിരിച്ചടിയുടെ വ്യാപ്തി അത് എത്രത്തോളമാണ്? നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്തായിരിക്കും ഇറാനിൽ ഒരു ആക്രമണം നടന്നാൽ എങ്ങനെയായിരിക്കും അവർ തിരിച്ചടിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് സമാനമായി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ആദ്യം ഇസ്രായേലിന് നേരെ അടിക്കുന്നു. വടക്കൻ ഇസ്രായേലിലെ പല മേഖലകളിലും ഈ മിസൈലുകൾ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതോടൊപ്പം തന്നെ അവിടെ തുടരണം. ഇപ്പോൾ MCA നാസർ, MCA പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഇതുമായി കൂട്ടിച്ചേർത്ത് നൽകാനുണ്ടോ? മഹേഷ്, ഖത്തറിനും ബഹ്റൈനും പിന്നാലെ കുവൈത്തിലും സ്ഫോടന ശബ്ദം കേൾക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അൽ ജസീറ പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരമാവധി ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം കുവൈത്ത് പുറപ്പെടുവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു മിസൈൽ ആക്രമണം നടന്നോ എന്ന് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പക്ഷേ കുവൈത്തിലും സൈറണുകൾ ഉയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അൽ ജസീറ ഈ നിമിഷത്തിൽ പുറത്തുവിടുന്നത്. അപ്പം കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ഭയാശങ്കകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ വലിയ തോതിലുള്ള ഒരു നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പക്ഷേ ഇറാൻ നേരത്തെ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരം അമേരിക്കയുടെ എല്ലാ ഈ മേഖലയിലുള്ള സൈനിക കേന്ദ്രങ്ങളും തങ്ങളുടെ ടാർഗറ്റിൽ വരും. അതിലൊരു വിവേചനവും ഉണ്ടാവുകയില്ല. എല്ലാ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താൻ ഈ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കുവൈത്തിൽ നിന്ന് അൽ ജസീറ പുറത്തുവിട്ടത് പ്രകാരം അവിടെയും സൈറണുകൾ ഉയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം നമുക്ക് പങ്കുവെക്കാനുള്ളത്. മഹേഷ്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാകെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്.